ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൽ പ്രക്രിയൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ 1ാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്താണ് മെറ്റാബോളിസം, എത്ര ടൈപ്പ് മെറ്റാബോളിസംസ് ഉണ്ട്, മെറ്റാബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന 2 പദാർത്ഥങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു, എൻസൈംസും ഹോർമോൺസും. ഈ എൻസൈംസും ഹോർമോൺസും മെറ്റാബോളിസത്തിൻ്റെ മെറ്റാബോളിസം വളരെ കറക്റ്റായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 മോളിക്യൂൾസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ 2 മോളിക്യൂൾസും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസ് ആണ്. എന്നാൽ മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ മോളിക്യൂൾസ് മാത്രമല്ല ആവശ്യം. ശരീരത്തിൻ്റെ പുറത്ത് നിന്നും കുറേ മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യമുണ്ട് ഈ മെറ്റാബോളിസം നടക്കാനായിട്ട്. അങ്ങനെ ശരീരത്തിൻ്റെ പുറത്ത് നിന്ന് മെറ്റാബോളിസം സുഗമമായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കുറച്ച് മോളിക്യൂൾസിൻ്റെ ലിസ്റ്റ് എഴുതാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ മോളിക്യൂൾസ് ആണ് ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, ഓക്സിജൻ, വാട്ടർ എന്നൊക്കെ പറയുന്നതാണ് മെറ്റാബോളിസം സുഗമമായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് ശരീരത്തിൻ്റെ പുറത്ത് നിന്നും കിട്ടുന്ന, അതായത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസും കൂടി ഉണ്ടായാൽ മാത്രമാണ് മെറ്റാബോളിസം വളരെ കൃത്യമായിട്ട് നടക്കുള്ളൂ. അപ്പം അത് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവികളിൽ മെറ്റാബോളിസത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അതാണ് നമ്മുടെ ഹോർമോൺസും എൻസൈംസും എന്ന് പറയുന്നത്. അത് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കപ്പെടുന്നത്. എന്നാൽ മെറ്റാബോളിസത്തിന് ആവശ്യമായ മറ്റനവധി ഘടകങ്ങൾ അവയുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതാണ് വിറ്റാമിൻസ്, ന്യൂട്രിയൻസ്, മിനറൽസ്, ഓക്സിജൻസ്, വാട്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് ശരീരത്തിൻ്റെ പുറത്ത് നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മിനറൽസ്, വിറ്റാമിൻസ്, ഓക്സിജൻ, വാട്ടർ, ന്യൂട്രിയൻസ് ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യസ്ത ജീവികളിൽ, അതായത് നമുക്ക് ഏകകോശ ജീവികളിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ അനിമൽസിൽ എങ്ങനെയാണ്, ജീവികളിൽ എങ്ങനെയാണ്, സസ്യങ്ങളിൽ എങ്ങനെയാണ് ഈ മിനറൽസ് അവരുടെ കോശ ദ്രവ്യത്തിലോട്ടേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ടേക്ക് പോകാം. ഓക്കെ, ഇനി ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അമീബ എന്താണ്? ഒരു ഏകകോശ ജീവിയാണല്ലേ. ഒരു കോശം മാത്രമുള്ള ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. ഈ അമീബയിൽ എങ്ങനെയാണ് പുറമേയുള്ള ഈ മിനറൽസ്, ന്യൂട്രിയൻസ് പോലത്തെയുള്ള പദാർത്ഥങ്ങൾ എങ്ങനെയാണ് അവരുടെ കോശദ്രവ്യത്തിലോട്ടേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത്. നമ്മുടെ അമീബയാണ് ഈ കാണുന്നത്. ഈ അമീബയ്ക്ക് പുറമേ ആയിട്ട് എന്ത് കാണപ്പെടും? അമീബയ്ക്ക് പുറമേ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോശസ്തരം. ഈ അമീബയ്ക്ക് പുറമേ ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് കോശസ്തരം. അമീബയ്ക്ക് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഈ ഫ്ലൂയിഡ് പോലെ കാണുന്ന ഭാഗമാണ്, ഈ പിങ്ക് കളറിൽ വരയ്ക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം. അപ്പോൾ ഈ റെഡ് കളറിൽ വരച്ച ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറിൽ വരച്ചതാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമീബ എന്ന് പറയുന്നത് ഒരു സെല്ലുള്ള ജീവിയല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സെല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെയാണ് അവരുടെ ശരീരത്തിലേക്ക് പദാർത്ഥങ്ങൾ എത്തുന്നത്. അതായത് ഭയങ്കര സിമ്പിളാണ്. അതായത് ഇപ്പം ഇവരുടെ ബാഹ്യ പരിസരത്ത് ഒരു മിനറലോ ന്യൂട്രിയൻസോ അങ്ങനത്തെ പോലത്തെ ഉള്ള ഒരു പദാർത്ഥം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പദാർത്ഥം വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇങ്ങനെ കോശസ്തരത്തിൽ നിന്ന് കോശദ്രവ്യത്തിലോട്ടേക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? അമീബയിൽ, അതായത് ഏകകോശ ജീവികളിൽ പദാർത്ഥങ്ങൾ ബാഹ്യ പരിസരത്ത് നിന്ന് കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തിൽ നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
അപ്പം അത്രയേ ഉള്ളൂ അമീബയിൽ പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലോട്ടേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമീബ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജന്തുക്കളിൽ, അതായത് മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ സെല്ലുള്ള, മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ എന്താ, ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ജീവികളെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുക. അങ്ങനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉള്ള ജന്തുക്കളിൽ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കോശങ്ങൾക്കിടയിലുള്ള ദ്രവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും നോക്കണ്ട, നമുക്ക് കാര്യത്തിലോട്ടേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ പേര് പറയുമ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ട്. അതായത് ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്. ഇതാണ് ഒന്നിൽ കൂടുതലുള്ള സെല്ല്. ഈ സെല്ലുകൾക്കിടയിലായിട്ട് ഒരു ഫ്ലൂയിഡ് കാണപ്പെടും. ഈ യെല്ലോ കളറിൽ കാണുന്നത് ഫ്ലൂയിഡാണ്. സെല്ലുകൾക്കിടയിൽ എന്ത് കാണുന്നുണ്ട്, ഒരു ഫ്ലൂയിഡ് കാണുന്നുണ്ട്. സെല്ലുകൾക്കിടയിൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. ഈ സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കോശദ്രവ്യമുണ്ട്. സെല്ലിൻ്റെ ഉള്ളിൽ കോശദ്രവ്യമുണ്ട്. സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് കോശദ്രവ്യം. ഇത് കോശദ്രവ്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ മോളിക്യൂൾസ്, പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ കോശത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് എത്തുന്നത് നോക്കാം. ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ആ ഓക്സിജൻ ആദ്യം എത്തുന്നത് എവിടേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഓക്സിജൻ. ഈ ഓക്സിജൻ ആദ്യം എത്തുന്നത് ഈ കോശങ്ങൾക്ക് ഇടയിൽ കാണപ്പെടുന്ന സ്പേസിലോട്ടേക്കാണ്. കോശങ്ങൾക്ക് ഇടയിൽ കാണുന്ന ഈ ദ്രവത്തിലേക്കാണ്. അതിനെ വിളിക്കുന്നത് കോശത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ദ്രവം. ആ കോശത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ദ്രവത്തിലോട്ടേക്കാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ എത്തുന്നത്. ഈ ഓക്സിജനിൽ പല മാറ്റങ്ങളും സംഭവിക്കും. പല തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമായതിനു ശേഷം ഈ ഓക്സിജൻ എന്ത് ചെയ്യും, കോശസ്തരത്തിലൂടെ എവിടേക്ക് എത്തും, കോശദ്രവ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജീവികളിൽ എന്ത് നടക്കുന്നത്, പദാർത്ഥങ്ങളുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പം നമുക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് വായിച്ച് നോക്കാം. ടെസ്റ്റിൽ തന്നിരിക്കുന്നത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവ്യത്തിലേക്ക് എത്തുന്നു. ആദ്യം തന്നെ ആ കോശത്തിനുള്ളിലുള്ള ദ്രവ്യത്തിലേക്കാണ് ആദ്യം ഈ പദാർത്ഥങ്ങൾ എത്തുന്നത്. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലോട്ടേക്ക് ആര് പ്രവേശിക്കുന്നു, ഈ പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു. അങ്ങനെയാണ് ജീവികളിൽ എന്ത് സംഭവിക്കുന്നത്, പദാർത്ഥ വിനിമയം നടക്കുന്നത്. അപ്പം അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സസ്യങ്ങളിൽ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 രീതി വഴിയാണ് സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്, പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. വിവിധ മാർഗങ്ങളുണ്ട് സസ്യങ്ങളിൽ കോശദ്രവ്യത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് പദാർത്ഥങ്ങൾ എത്താനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. സസ്യങ്ങളിൽ പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്, മാർഗങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ മാർഗമാണ് കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. അതായത് നമുക്കിവിടെ ഫിഗറിൽ കാണാൻ പറ്റും, ഇതാണ് കോശത്തിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. ആ കോശത്തിൻ്റെ ഭിത്തിയിലൂടെയും അതേപോലെ തന്നെ കോശങ്ങൾക്കിടയിലുള്ള സ്പേസ്, ഇതാണ് കോശങ്ങൾക്കിടയിലുള്ള സ്പേസ്. ആ കോശങ്ങൾക്കിടയിലുള്ള സ്പേസിൽ കൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെ. അപ്പം നമ്മൾ ഈ പോയിന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട ഒരു സംഭവമാണ് എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത് ഇതൊരു കോശമാണെന്ന് വിചാരിക്കാം, ഇത് അടുത്തൊരു കോശം. ഈ 2 കോശങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മിനിറ്റ്, ഇതൊരു കോശം, ഇത് വേറൊരു കോശം. ഈ 2 കോശങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇവർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസ്മോഡെസ്മാറ്റ. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഡെസ്മാറ്റ.
ഡെസ്മാറ്റ. ഈ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന സ്പേസിൽ കൂടി എന്ത് നടക്കുന്നുണ്ട്? തൊട്ടടുത്ത കോശങ്ങളിലോട്ടേക്ക് പദാർത്ഥങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡും വഴി പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ, അതായത് ഇതൊരു കോശമാണെന്ന് വിചാരിക്കുക, ഇത് വേറൊരു കോശം. ഈ കോശത്തിനെ ചുറ്റിയിട്ട് എന്തുണ്ട്? പ്ലാസ്മ സ്തരമുണ്ട് അല്ലേ? പ്ലാസ്മ സ്തരമുണ്ട്. ഈ കോശത്തിനെ ചുറ്റിയിട്ട് പ്ലാസ്മ സ്തരമുണ്ട്. അപ്പോൾ ഈ പ്ലാസ്മ സ്തരത്തിൽ നിന്ന് വേറൊരു പ്ലാസ്മ സ്തരത്തിലോട്ടേക്ക് അങ്ങനെ വഴി എന്ത് ചെയ്യാം? പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാം സസ്യങ്ങളിൽ. അങ്ങനെയാണ് സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നത്? പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും മൂന്ന് മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളിൽ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സസ്യങ്ങളിൽ പ്രധാനമായും 3 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് അമീബയിൽ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ജന്തുക്കളിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ സസ്യങ്ങളിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ടേക്ക് പോകാം. ഓക്കെ, അടുത്തത് ഒരു സംശയമാണ്. നമ്മൾ എന്ത് പഠിച്ചു? ബാഹ്യപരിസ്ഥിതിനെ പറ്റി പഠിച്ചു അല്ലേ? ബാഹ്യപരിസ്ഥിതി എന്താണ്? ബാഹ്യപരിസ്ഥിതിനെ പറ്റിയിട്ട് ബാഹ്യപരിസ്ഥിതിയിൽ നിന്ന് എങ്ങനെയാണ് പദാർത്ഥങ്ങൾ നമ്മുടെ കോശദ്രവ്യത്തിലോട്ടേക്ക് എത്തുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, ബാഹ്യപരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയും ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം. അതായത് പുറമേ ഒരു ബാഹ്യപരിസ്ഥിതി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും ഒരു ആന്തര പരിസ്ഥിതി ഉണ്ടാകുമോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്ന സംശയം അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് അങ്ങനെ ഒരു ആന്തര പരിസ്ഥിതി ഉണ്ട്? അങ്ങനെ അതെന്താണ്? ആന്തര പരിസ്ഥിതി എന്താണ് എന്നാണ് നമുക്ക് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തു കാണപ്പെടുന്ന ദ്രവം, എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നു. അതായത് ജന്തുക്കളുടെ കേസാണ് പറയുന്നത്. ജന്തുക്കൾ അതായത് അനിമൽസിൽ കോശങ്ങൾക്കിടയിൽ, അതാണ് ഒരു കോശം, ഇതൊരു കോശം, ഈ കോശങ്ങൾക്കിടയിൽ എന്ത് കാണുന്നുണ്ട്? ദ്രവം കാണുന്നുണ്ട്. ഈ കോശങ്ങൾക്കിടയിൽ എന്ത് കാണുന്നുണ്ട്? ദ്രവം കാണുന്നുണ്ട്. ഈ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ദ്രവമാണ് എന്തായിട്ട് വർത്തിക്കുന്നത്? ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നത്. ആരുടെ കേസിലാണ്? ജന്തുക്കളുടെ കേസിലാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ജന്തുക്കളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് കണക്കാക്കുന്നത് സെല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഇവരുടെ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാണ് ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര്. എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ് ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേര്. ആ ഫ്ലൂയിഡാണ് ജന്തുക്കളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് കാണപ്പെടുന്നത്. അത് ജന്തുക്കളുടെ കേസാണ്. ഇനി സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് കാണപ്പെടുന്നത് ഏതാണെന്ന് നോക്കാം. സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് കാണപ്പെടുന്നത് കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഘടകങ്ങളും അവർക്കിടയിലെ ദ്രവവും പിന്നെ വായു അറകളും. ഇവരാണ് എന്തായിട്ട് വർത്തിക്കുന്നത്? സസ്യങ്ങളിൽ ആന്തര സമസ്ഥിതിയായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് കോശഭിത്തിയുണ്ട്, കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഘടകങ്ങളുണ്ട്, അതേപോലെ തന്നെ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം. ഏത് ദ്രവമാണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. അതേപോലെ തന്നെ അവയിൽ കാണപ്പെടുന്ന വായു അറകളും എന്തായിട്ട് കാണുന്നുണ്ട്? സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്ന ഭാഗമാണ്. എന്താണ് ഈ ആന്തര പരിസ്ഥിതി കൊണ്ടുള്ള ഉപയോഗം? എന്തിനാണ് ഈ ആന്തര പരിസ്ഥിതി എന്നൊക്കെ ഉള്ളതിൻ്റെ ഉത്തരമാണ് അടുത്തൊരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഹോമിയോസ്റ്റാറ്റിസിസ് അല്ലെങ്കിൽ സമസ്ഥിതി പാലനം എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്തര പരിസ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടാവും. ആ ഘടകങ്ങളുടെ കോൺസെൻട്രേഷൻ അളവ് കൂടാനോ കുറയാനോ പാടില്ല. അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിലനിൽക്കണം. അങ്ങനെ ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നതിനെ നമ്മൾ
വിളിക്കുന്ന പേരാണ് സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസസ് എന്ന് വിളിക്കുക. ഈ മെറ്റാബോളിസംസ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റാബോളിസംസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ, രാസപ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. ഈ മെറ്റാബോളിസംസ് സുഗമമായിട്ട് നടക്കാനായിട്ട് എന്തത്യാവശ്യമാണ്? ഈ ആന്തര പരിസ്ഥിതി കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. മെറ്റാബോളിസം സുഗമമായി നടത്തുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തേണ്ടതുണ്ട്. അതൊക്കെയാണല്ലോ. ഇനി ഈ ആന്തര സമസ്ഥിതിയുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ നമ്മുടെ ജീവന് തന്നെ എന്തുണ്ടാക്കും? ഭീഷണി ഉണ്ടാക്കും എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. കണ്ടോ, ആന്തര സമസ്ഥിതി പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന രാസഘടന തകിടം മറഞ്ഞാൽ ജീവന് ഭീഷണിയാകുമെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ആന്തര പരിസ്ഥിതി എന്ന് മനസ്സിലായി. ആന്തര സമസ്ഥിതി എന്താന്ന് ആന്തര സമസ്ഥിതി പാലനം, അതായത് സമസ്ഥിതി പാലനം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ടേക്ക് പോകാം. ഈ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര നേരം പഠിച്ചത് എങ്ങനെയാണ് ജീവികളിൽ പുറമേ നിന്ന് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലോട്ടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പദാർത്ഥങ്ങൾ കോശസ്തരം വഴിയാണ്. അതായത് കോശസ്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശഭിത്തി. ഈ കോശഭിത്തിനെ വിളിക്കുന്ന വേറൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം. ഈ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ സ്തരം വഴിയാണ് ഈ പദാർത്ഥങ്ങൾ നമ്മുടെ ജീവികളുടെ കോശസ്തരത്തിലെത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്ലാസ്മ സ്തരം എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്മ സ്തരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്ലാസ്മ സ്തരത്തിന് നമ്മൾ ഒരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നുണ്ട്. പ്ലാസ്മ സ്തരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണധാരാസ്തരം അല്ലെങ്കിൽ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. വർണ്ണധാരാസ്തരം അല്ലെങ്കിൽ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് നമ്മൾ പ്ലാസ്മ സ്തരത്തെ വിളിക്കുന്നത്. എന്താണ് സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് പദാർത്ഥങ്ങളെ കടത്തിവിടുന്നതിനെയാണ് നമ്മൾ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുക. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ മെംബ്രെയിൻ കടത്തിവിടില്ല. ചില പദാർത്ഥങ്ങളെ സെലക്ട് ചെയ്ത് മാത്രമാണ് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെന്ത് വിളിക്കുന്നത്? സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ സ്തരത്തെ വർണ്ണധാരാസ്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന്. അതിനുള്ള ഉത്തരമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് അതിലൂടെ അനായാസം കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലൂടെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാകൂ. ആ ചാനലും സുഷിരമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം പ്ലാസ്മ സ്തരത്തിലൂടെ എല്ലാ പദാർത്ഥങ്ങൾക്കും കടന്നു പോകാൻ പറ്റില്ല. ഏതൊക്കെ പദാർത്ഥങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാം? ജലത്തിന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് ഈ മുതലായിട്ടുള്ള തന്മാത്രകൾക്ക് അനായാസം എന്ത് ചെയ്യാൻ പറ്റും? കടന്നു പോകാനാകും. എന്നാൽ അയോണുകൾ പോലെയുള്ള ചില പദാർത്ഥങ്ങൾക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ചില ചാനലുകൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ സുഷിരങ്ങൾ എന്താണ് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിനെ എന്ത് വിളിക്കുന്നത്? വർണ്ണധാരാ സ്തരം അല്ലെങ്കിൽ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അത് ഓക്കെയാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പദാർത്ഥങ്ങൾ ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതെന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയെ പറ്റിയിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പ്രക്രിയകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ്റെ, അതായത് പ്ലാസ്മ സ്തരത്തിൻ്റെ സ്ട്രക്ചർ അതെങ്ങനെയാണത് കാണാൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ നമുക്ക്
പ്ലാസ്മ സ്തരത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. ഇവിടെ കുട്ടികൾ തല കീഴായിട്ട് നിൽക്കുന്ന പോലെ വാലും കാലും തലയായിട്ട് നിൽക്കുന്ന പോലെ ഒരു സ്ട്രക്ചർ കാണും. അതെന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആണ്. പിന്നെ ഈ റൗണ്ടിൽ കാണപ്പെടുന്ന ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻസ് ആണ്. ആ കാണുന്നതൊക്കെ പ്രോട്ടീൻസ് ആണ്. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് എന്താണ്? ഓറഞ്ച് കളറിൽ കാണുന്നത് കൊളസ്ട്രോൾ ആണ്. ഈ കാണുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് കോശസ്തരത്തിൻ്റെ ഘടന എന്താണ്, കോശസ്തരത്തിൻ്റെ മുഖ്യ ഘടകങ്ങൾ എന്തെല്ലാമാണ് ചിത്രീകരണം 1.3 അടയാളപ്പെടുത്തുമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കാം. ഈ കാണുന്നത് ലിപ്പിഡ്സ് ആണ്. ഇതെന്ന് പറയുന്നത് പ്രോട്ടീൻസ്. ഈ കാണുന്നതൊക്കെ പ്രോട്ടീൻസ് ആണ്. ഇതെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് കൊളസ്ട്രോൾ ആണ് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഓക്കെ, ഇതറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയനെ പറ്റിയിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശസ്തരത്തിലൂടെ പദാർത്ഥങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ആ ഓസ്മോസിസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ പഠിക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ പഠിക്കുന്നത്. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ പഠിക്കാനായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചീരത്തണ്ടിൻ്റെയോ അല്ലെങ്കിൽ റിയോ ഇലയുടെയോ നേർത്ത പുറം പാളിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇല എടുക്കുക, അത് ചീരത്തണ്ടായിരിക്കാം അല്ലെങ്കിൽ റിയോ ഇലയായിരിക്കാം. അതിൻ്റെ എന്ത് ചെയ്യണം? നേർത്താന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ എന്നാണ് അർത്ഥം. കട്ടി കുറഞ്ഞ എന്ത് ചെയ്യണം? പുറം പാളി എടുക്കണം. എന്നിട്ട് അത് രണ്ടായി മുറിച്ചിട്ട് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധജലത്തിലിടണം. മറ്റേത് ഉപ്പ് ലായനിയിലും ഇടണം. അതായത് നമ്മൾ ഒന്ന് ചീരത്തണ്ടിൻ്റെയോ അല്ലെങ്കിൽ റിയ ഇലയുടെയോ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ നേർത്ത പാളി എടുക്കാം. ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു പാളി എടുത്താൽ മതി. ആ പാളി ഒന്ന് നമ്മൾ ശുദ്ധജലത്തിലിടണം. മറ്റേത് നമ്മൾ എന്തിലിടണം? ഉപ്പ് ലായനിയിലും ഇടണം. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോസ്കോപ്പിലൂടെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത് ഉപ്പ് ലായനിയിൽ ഇട്ട് വെച്ചിട്ടുള്ള ഇലയുടെ ചിത്രമാണ്. ഈ കാണുന്നത് ശുദ്ധജലത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഇലയുടെ ചിത്രമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഉള്ളായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഉപ്പ് ലായനിയിൽ ഇട്ട് വെച്ചത് എന്ത് ചെയ്തു? ചുളുങ്ങിപ്പോയി അല്ലേ? ഉപ്പ് ലായനിയിൽ ഇട്ട് വെച്ച ഇല ചുളുങ്ങിപ്പോയി. പക്ഷെ ശുദ്ധജലത്തിൽ ഇട്ട് വെച്ച ഇലയ്ക്ക് എന്താ പറ്റിയത്? അത് കുറച്ചും കൂടി വീർക്കാണ് ചെയ്തത് അല്ലേ? അതാണ് നമുക്ക് ഇതിലൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇനി നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റും കൂടി പഠിക്കാം. എന്നിട്ട് നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. അടുത്തൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഒരു ബീക്കർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിന് വെള്ളം എടുത്തു കുറച്ച്. ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്തു? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതായത് അർദ്ധധാരാസ്തരം. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോളിക്യൂൾസിനെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിനാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ഈ 2 ജലത്തിനെയും സെപ്പറേറ്റ് ചെയ്തു. അതിൽ മറ്റേ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഉപ്പും കൂടി ഇട്ട് ഉപ്പ് ലായനിയാക്കി മാറ്റി. ഇത് നമ്മൾ ഏകദേശം 2 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് അങ്ങനെ തന്നെ വെച്ചു. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഏകദേശം ഇങ്ങനെയായിരുന്നു. ഇതിൽ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന മുത്ത് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉപ്പ് തന്മാത്രകളും കളറിൽ കാണിച്ചിരിക്കുന്നത് ജലതന്മാത്രകളുമാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഏകദേശം ഇങ്ങനെയാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ ആദ്യത്തെ പാർട്ടിൽ എ എന്ന് പറയുന്ന പാർട്ടിൽ ജലതന്മാത്രകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ജലതന്മാത്രകൾ കൂടുതലായിരുന്നു. പക്ഷെ രണ്ടാമത്തേൽ ഏതാ കൂടുതൽ? ഉപ്പ് തന്മാത്രകളാണല്ലേ കൂടുതൽ. അവിടെ എന്ത് കുറവാണ്? ജലതന്മാത്രകൾ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ എ എന്ന് പറയുന്ന പാർട്ടിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അതായത് വാട്ടർ തന്മാത്രകൾ കൂടുതലാണ്. ബി എന്ന് പറയുന്ന പാർട്ടിൽ വാട്ടർ തന്മാത്രകൾ
കുറവാണ് അല്ലേ, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. പക്ഷെ ബി പാർട്ട്, അതായത് ഈ ഒരു ഭാഗത്തോട്ടേക്ക് വന്നപ്പോൾ ബി പാർട്ടിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടി, എ പാർട്ടിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചേ, എ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ബി എന്ന് പറയുന്ന പാർട്ടിലേക്ക് ചില തന്മാത്രകൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രക്രിയ നടന്നിട്ടില്ലേ, വാട്ടറിനെ മൂവ്മെൻറ്റ് ചെയ്യാൻ സഹായിച്ച എന്തോ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. അങ്ങനെ വാട്ടർ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഗാഢത കൂടി, അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തിലേക്ക് വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന്, ഗാഢത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് ജലതന്മാത്രകൾ സഞ്ചരിക്കുന്ന പ്രക്രിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓസ്മോസിസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാരാ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയെയാണ് എന്തെന്ന് വിളിക്കുക, ഓസ്മോസിസ് എന്ന് വിളിക്കുക. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എനിക്ക് അതിലൂടെയാണ് മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക് യു.